നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ്സ്, അതായത് ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ. സ്പെസിഫിക്കലി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബൈക്കിനെ കുറിച്ചിട്ടാണ്, എങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാണ് ബൈക്കിലായാലും കാറിലായാലും വരെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിലെ പാർക്ക് ലൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജായ മോട്ടോ ക്രേസ് ക്ലബ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഞാൻ അതിനകത്താണ് എല്ലാ അപ്ഡേറ്റ്സും. എൻ്റെ ഒഫീഷ്യൽ പേജാണ്. സോ അതിൽ ത്രൂ ആണ് ഞാൻ എല്ലാ അപ്ഡേറ്റ്സും ഫേസ്ബുക്കിലുള്ള അപ്ഡേറ്റ്സും ഉണ്ടാവുക. മോട്ടോ ക്രേസ് ക്ലബ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനപ്രേമികളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കൂട്ടായ്മകൾ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മുടെ മലയാളീസിന്റെ ഗ്രൂപ്പാണ്. കേരളത്തിലുള്ളവർക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തതിനു ശേഷം മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ്സിലാണ് ഞാൻ എൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലിങ്ക് ഫേസ്ബുക്ക് പേജ് മീൻസ് ഫേസ്ബുക്ക് പ്രൊഫൈൽ ലിങ്ക് കൂടി ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് ഡയറക്റ്റ്ലി. സോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത് ത്രൂവും എല്ലാ ഇതിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കാറുണ്ട്, എപ്പോഴാണ് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആ വീഡിയോയുടെ അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി അത് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. സോ നോർമലി നമ്മുടെ കമ്പനി വരുമ്പോൾ എല്ലാ കമ്പനിയും എനിക്ക് തോന്നുന്നു 80 to 85% കമ്പനീസും അവരുടെ വണ്ടിയിൽ കൊടുക്കുന്നത് ഹാലജൻ പാർക്ക് ലൈറ്റ് ബൾബുകളാണ്. സോ ഹാലജൻ പാർക്ക് ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത് യെല്ലോ കളർ ഔട്ട്പുട്ടാണ് ഈ ബൾബുകൾ നമുക്ക് നൽകുന്നതെന്ന് പറയുന്നത്. സോ ഈ പാർക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് LED ആക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള LED ബൾബുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ബട്ട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നതും പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളത് വൈറ്റ് കളറാണ്. സോ വൈറ്റ് കളറിലേക്ക് അപ്ഗ്രേഡ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇതിൽ ഉപയോഗിച്ചത്, അതായത് ഞാൻ ചേഞ്ച് ചെയ്തത് സൂപ്പർ എന്ന് പറയുന്ന ഒരു പാർക്ക് ലൈറ്റ് ബൾബിലേക്ക്, LED പാർക്ക് ലൈറ്റ് ബൾബിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിന് T10 സോക്കറ്റ്, T10 സോക്കറ്റ് എന്നാണ് ഈ ബൾബുകൾ അറിയപ്പെടുന്നത്. T10 സോക്കറ്റിൽ സൂട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പാർക്ക് ലൈറ്റും T10 സോക്കറ്റ് തന്നെയാണ് വരിക. അതിൽ ചേഞ്ച് വരുന്നത് ബുള്ളറ്റിൽ വരുന്ന പാർക്ക് ലൈറ്റ് മാത്രമാണ്, ബൾബ് ടൈപ്പാണ് വരുന്നത്, ഇത്തിരി വ്യത്യാസമുണ്ട്. സോ ഞാനിവിടെ സൂപ്പർ എന്ന് പറയുന്ന LED ബ്രാൻഡിന്റെ പാർക്ക് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഒരു പാർക്ക് ലൈറ്റ് യൂസ് ചെയ്യണം. ഒരുപാട് ചൈനീസ് ടൈപ്പ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ബട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പറിന്റെ ബ്രാൻഡ് തന്നെയാണ്. അറൗണ്ട് 70 to 80 rupees ഇതിന്റെ ഒരു ബൾബിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. 80 രൂപ മുടക്കിയാലും കുഴപ്പമൊന്നുമില്ല. 3 to 4 years മുകളിൽ ഇതിന്റെ ആയുസ് നിൽക്കുന്നുണ്ട്. ഏകദേശം 4ാമത്തെ വർഷമാണ് എൻ്റെ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഒരു ബൾബിന് കംപ്ലൈൻറ്റ് വന്നു. LED പാർക്ക് ലൈറ്റിന് കംപ്ലൈൻറ്റ് വന്നത്. അതിൻ്റെ ഒരു ചിപ്പ് മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്, ബാക്കി 3 ചിപ്പും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലിക്കറിങ്ങോ മറ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഇത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ LED ആണെങ്കിൽ DC കണക്ഷൻ വരുന്ന പാർക്ക് ലൈറ്റുകൾ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും ചില വണ്ടികളിൽ പാർക്ക് ലൈറ്റ് വരുന്നില്ല, എങ്കിലും കുറച്ച് മുന്നിലുള്ള വണ്ടികൾക്കൊക്കെ പാർക്ക് ലൈറ്റ് ഓപ്ഷൻ ബൾബ്, അതായത് നമ്മുടെ ഈ സ്കൂട്ടറിലൊക്കെ പാർക്ക് ലൈറ്റ് ബൾബ് കൊടുക്കുന്നുണ്ട്. ബട്ട് ഈ പാർക്ക് ലൈറ്റ് ബൾബുകൾ AC കറണ്ട്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് കറണ്ട്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സോ അങ്ങനെയുള്ള LED യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് LED ലൈറ്റിന്റെ ലൈഫിനെ തന്നെ തീർച്ചയായിട്ടും ബാധിക്കും. സോ കാറിലാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ നിങ്ങൾക്ക് ഈ പാർക്ക് ലൈറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് പാർക്ക് ലൈറ്റ് ഞാനിപ്പോൾ ഉള്ളത് LED പാർക്ക് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ LED പാർക്ക് ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ചേഞ്ചിങ് വീഡിയോയിലൊക്കെ നമുക്ക് ഇനി കിടക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വണ്ടി അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. സോ നമ്മൾ അതിൻ്റെ ബോണറ്റ് തുറക്കണം. സോ എൻ്റെ വണ്ടിയിൽ ബോണറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ ഇത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വണ്ടി ബലേനോ ആണ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ചിലപ്പോൾ ഈ വീഡിയോ ആണെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കും, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇതുപോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ അതിനുശേഷം നമ്മൾ കൈ ഇവിടെ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ലിവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലിവർ നിങ്ങൾക്ക് അതിലേക്ക് കാണിച്ചു തരാം. സോ ഞാനിവിടെ കൈയിട്ട സമയത്ത് ഈ ലിവർ ഞാൻ ഇങ്ങോട്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്തു. സോ അതിന് നമ്മൾ ലിവർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിനി പാർക്ക് ലൈറ്റ് ലൊക്കേഷനിലേക്ക്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് പാർക്ക് ലൈറ്റിൻ്റെ ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പാർക്ക് ലൈറ്റിൻ്റെ ഹോൾഡർ. സോ ഈ പാർക്ക് ലൈറ്റിൻ്റെ ഹോൾഡർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ ഇത് ബാക്കിലേക്ക്, അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഡ്രൈവർ സൈഡിൻ്റെ മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ അത് ലൂസായി കഴിഞ്ഞു. ലൂസായ ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്താൽ ഓൾറെഡി ഞാനിവിടെ LED ഒരു പാർക്ക് ലൈറ്റ് എൻ്റെ ഉണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇത് റിമൂവ് ചെയ്യണം.
സോ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ പിടിക്കാൻ പാടില്ല, സൈഡിൽ പിടിക്കുക, അത് റിലീസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ അടുത്ത് ബൾബ് പാർക്ക് ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു തുണി യൂസ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളനുസരിച്ച് ഈ പാർക്ക് ലൈറ്റ്, പുതിയ പാർക്ക് ലൈറ്റ് ഇപ്പോൾ ഇതാണ് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു എൻ്റെ അടുത്തുള്ള ഈ ഒരു പാർക്ക് ലൈറ്റ് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ ഈ ഒരു പാർക്ക് ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഇടുക, നോർമലി ഇടുന്നത് പോലെ ഈ പാർക്ക് ലൈറ്റ് ഇടുക. ഓക്കെ, ഇട്ടതിന് ശേഷം ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി പാർക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഇട്ടതിന് ശേഷം നമ്മൾ ഈ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കണം ഫസ്റ്റ്. ഓക്കെ, ഞാൻ പാർക്ക് ലൈറ്റ് ഇട്ടു, അത് കീഴില്ലാത്തതുകൊണ്ടാണ് അടിക്കുന്നത്. സക്സസ്, നമ്മുടെ പാർക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ പാർക്ക് ലൈറ്റ് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാർക്ക് ലൈറ്റ് നേരെ ഓപ്പോസിറ്റ് ആക്കി ഇടണം, അതായത് ഇതിൻ്റെ പൊലാരിറ്റി മാറ്റിയിട്ട് ഇടണം. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓഫാക്കി ഇതിപ്പോൾ ഓഫാക്കണം. ഇത് തിരിച്ചിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ സ്ലോട്ടിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കത്തിയിട്ടില്ലെങ്കിൽ ഓണാക്കില്ല, നേരെ തിരിച്ചിടുക. കാരണം പോസിറ്റീവ് നെഗറ്റീവും LED പൊലാരിറ്റി ഉണ്ട്. സോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ LED ലൈറ്റ് അത് കത്തുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിതിനെ തിരിച്ചിടാനാണ് പോകുന്നത്. ഉള്ളിലോട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും വരും. നമ്മളത് വളരെ സൂക്ഷിച്ച് ഇടുക. പിന്നെ കട്ടിങ് ഒക്കെ കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് കട്ടിലിട്ടു. ഇട്ടതിന് ശേഷം ഇതാ നമ്മളങ്ങോട്ടേക്ക് തിരിച്ച് കൊടുത്താൽ സാധനം ടൈറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ഈ ഒരു പാർക്ക് ലൈറ്റ് മേടിക്കേണ്ട ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റു പാർക്ക് ലൈറ്റ്സിൻ്റെയും ഞാൻ ഇട്ടിട്ടുണ്ട്. ബെസ്റ്റ് ഓപ്ഷൻ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പറിൻ്റെ LED പാർക്ക് ലൈറ്റ് മേടിക്കുന്നത് തന്നെ ആയിരിക്കും. ബിക്കോസ് മറ്റു പാർക്ക് ലൈറ്റുകൾ മോശം എന്നല്ല, ബട്ട് നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സൂപ്പറിൻ്റെ LED എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതിരിക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കറക്റ്റ് കിട്ടുള്ളൂ. സോ ഫോളോ മീ ഓൺ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആസ് വെൽ ആസ് ടിക്ടോക്ക്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. സോ വീണ്ടും ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഇറ്റ്സ് മീ പ്രത്യുഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.